ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ആവറേജ് ഒരു 2.5 മണിക്കൂറോളമാണ് സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്നത്. ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവാം 2.5 മണിക്കൂറേ ഉള്ളൂ എന്ന്. അങ്ങനെ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 38-40 ദിവസം വർഷമാണ്. എനിക്കിത് കൂടുതലായിരുന്നു. ഒരു ദിവസം 2.5 മണിക്കൂർ കൂടുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുമായിരുന്നു. ഈ സോഷ്യൽ മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് മാത്രമല്ല. ഈവൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ലിങ്ക്ഡ്ഇൻ ആൻഡ് യൂട്യൂബ് ഓൾസോ. ഇനി സോഷ്യൽ മീഡിയ അത്ര ഒരു ചീത്ത കാര്യമൊന്നുമല്ല. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു നെഗറ്റീവ് നറേഷനാണ് പൊതുവെ എല്ലാവരും കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പെർസെപ്ഷൻ ഉണ്ട്. എനിക്ക് സോഷ്യൽ മീഡിയ നെഗറ്റീവായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്, പോസിറ്റീവായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ ബ്യൂട്ടി ഈസ് ഇൻ ദ ഐ ഓഫ് ദ ബിഹോൾഡർ എന്നാണല്ലോ. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ നല്ലതാണോ ചീത്തയാണോ, അഥവാ ചീത്തയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി ഇത് കഴിയുന്നതും നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ളൊരു കൺവെൻഷണൽ വീഡിയോ പോലെ അല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ നോക്കുന്നത്. ഇനി സോഷ്യൽ മീഡിയ അഡിക്ഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് അഡിക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഒരു ഡ്രഗ് അഡിക്ഷനോ ആൽക്കഹോൾ അഡിക്ഷൻ മാത്രമല്ല. നമ്മുടെ ബ്രെയിനിന് പ്ലഷർ കൊടുക്കുന്ന അല്ലെങ്കിൽ അമിതമായി പ്ലഷർ കൊടുക്കുന്ന എന്തും ഒരു അഡിക്ഷനാണ്. അപ്പോഴാണ് അമിതമായി പ്ലഷർ കൊടുക്കുമ്പോഴാണ് ബേസിക്കലി ഡോപ്പമിൻ എഫക്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ റിലീസ് ആവുന്നത്. അത് അമിതമായി റിലീസായി ആവശ്യമില്ലാത്ത പ്ലഷർ നമ്മുടെ ബ്രെയിനിന് കിട്ടുമ്പോഴാണ് നമ്മൾ ഒരു കാര്യത്തിനോട് അഡിക്റ്റ് ആവുന്നത്. അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ആവാം, ഡ്രഗ്സ് ആവാം, പോൺ ആവാം, ഫോൺ ആവാം, സോഷ്യൽ മീഡിയ ആവാം, എന്തും ആവാം. ഇനി ഈ അഡിക്ഷനെ കുറിച്ച് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ പ്രധാന കാരണം ഇത് ഡോപ്പമിൻ ലൂപ്പാണ്. നിങ്ങളൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ലൈക്സ്, കമൻറ്റ്സ്, ഷെയർസോ അതിനെ ചുറ്റിപ്പറ്റി വരുന്ന DMs ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് ഉണ്ടാക്കും. ഇതേ സെയിം കെമിക്കൽ റിലീസാണ് നിങ്ങളൊരു നല്ല ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു സീരീസ് കാണുമ്പോഴോ റിലീസ് ആവുന്നത്. ഓവർ ടൈം നിങ്ങളുടെ ബ്രെയിനിന് ഈ ഡോപ്പമിൻ റിലീസ് ക്രേവ് ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റീസും തേടി ബ്രെയിൻ പോകാൻ തുടങ്ങും. അതിലൊരു എക്സാമ്പിളാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെയും സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ബ്രെയിൻ. ഇനി ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ലൈക്ക് കിട്ടി, കമൻറ്റ്സ് കിട്ടി, ഫാന്റാസ്റ്റിക്. നിങ്ങൾ അടുത്ത ദിവസം ഒരു ഫോട്ടോ ഇട്ടു, നിങ്ങൾക്ക് ലൈക്ക് കിട്ടി, കമൻറ്റ് കിട്ടി. ഇനി 3-ാമത്തെ ദിവസം നിങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് മുമ്പത്തേൻ്റെ അത്ര ലൈക്കോ കമൻറ്റോ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി നിങ്ങളുടെ ബ്രെയിൻ ആങ്ഷ്യസ് ആവും. നിങ്ങൾ 4-ാമതൊരു ഫോട്ടോ ഇട്ടു, മുമ്പത്തേൻ്റെ അത്രയും കിട്ടിയില്ല. നൗ യുവർ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് ബിഹേവിങ് ഡിഫറെൻ്റ്ലി. കാരണം നിങ്ങൾക്ക് മുമ്പത്തേൻ്റെ അത്രയും അറ്റൻഷൻ കിട്ടിയില്ല, അത്രയും ഡോപ്പമിൻ റിലീസ് ഉണ്ടായിട്ടില്ല. നൗ യുവർ ബ്രെയിൻ ഇസ് ആങ്ഷ്യസ്. ഇതാണ് അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ. ഇനി ഇതിനെ ടെക്നിക്കലായിട്ട് ഞാൻ മുറിക്കുന്നില്ല. ഐ എം ഷുവർ ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് ഔട്ട് ദെയർ ടു talk about this addiction technically, and I'm not a qualified person. ഇത് ഞാനൊരു കോമൺ സെൻസ് ഭാഷയിലാണ് കഴിയുന്നതെന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇനി അഡിക്ഷൻ്റെ 2-ാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ് ആണ്, അല്ലെങ്കിൽ ദ സ്ലോട്ട് മെഷീൻ എഫക്റ്റ് എന്ന് പറയും. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്. അതിനും വേണ്ടുന്ന ടെക് എൻജിനീയേഴ്സ് ഇതിന് പിന്നിലുണ്ട്. ഈ ടെക് എൻജിനീയേഴ്സിന് ഫുൾ വേൾഡിൻ്റെ ഡേറ്റ അവരുടെ ഇരിപ്പുണ്ട്. ഓർ മേ ബി 1/3 or 2/3 ഓഫ് ദ പോപ്പുലേഷൻ്റെ ഡേറ്റയാണ് അവരുടെ ഇരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ കാണുന്നു, എന്തുകൊണ്ട് കാണുന്നു, എന്തൊക്കെ ഇനി അവർക്ക് വേണമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പോലും അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് അവർക്കറിയായിരിക്കും. അതാണ് നമ്മുടെ മുന്നിലേക്ക് സോഷ്യൽ മീഡിയ വഴി ഇവർ തരുന്നത്. ഈ പ്ലാറ്റ്ഫോംസ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങളെ കൊണ്ട് ഡൂം സ്ക്രോൾ ചെയ്യിപ്പിക്കാനാണ്. ഓരോ സ്ക്രോളും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഫണ്ണി ആയിട്ടൊരു റീൽ വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോസ്റ്റർ ആയിരിക്കും. അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഷോക്കിംഗ് ആയിട്ടുള്ളൊരു റീൽ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ വേണ്ടുന്ന ഒരു മിക്സിൽ തന്ന് ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റേ ഓൺ ദി പ്ലാറ്റ്ഫോം. ഇത് നിങ്ങളുടെ തെറ്റല്ല, ഇങ്ങനെ തന്നെയാണ് ആ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യും, ആൻഡ് സഡൻലി 1 hour is gone and the algorithm is designed to make you keep scrolling. ഇനി വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ വാലിഡേഷൻ ആണ്, അല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്നൊക്കെ നമ്മൾ പറയും. ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ കണക്ഷന് വേണ്ടി വയേർഡാണ്. നമ്മൾ സോഷ്യൽ ആനിമൽസ് ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ആൻഡ് വെൻ വി സീ അതർ പീപ്പിൾസ് അച്ചീവ്മെന്റ്സ്, ചാൻസസ് ആർ ഹൈ ദാറ്റ് വി വിൽ ഫീൽ ദാറ്റ് നമ്മളെന്തോ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ
ആ പാർട്ടല്ല, നമ്മൾ ആ ട്രൈബിൻ്റെ പാർട്ടല്ല എന്നുള്ളൊരു ഫീലിംഗ് ഏതൊരു മനുഷ്യനും ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് വെരി നാച്ചുറൽ. ആൻഡ് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഡിസ്കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് റെലവൻറ്റ് ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്നുള്ളൊരു തോന്നലും ഏതൊരു മനുഷ്യനും വരാം. ആൻഡ് ദീസ് ഓൾ ആർ നാച്ചുറൽ ഫിനോമിന. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട് ഒരു പാർട്ടിയുടെ ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ ഒരു വെക്കേഷന് പോയി ഒരു ഫോട്ടോ ഇട്ടു. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് ആങ്സൈറ്റി വരാനുള്ള ചാൻസസ് ആണ് മോർ. കാരണം മോസ്റ്റ് ഓഫ് ദി, ഇത് എല്ലാവരുടെ കേസല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ് വിൽ ഫീൽ ദാറ്റ് ദേ ആർ ലെഫ്റ്റ് ഔട്ട്, അല്ലെങ്കിൽ ദേ ആർ മിസ്സിംഗ് ഔട്ട് ഓൺ സംതിങ് എന്നുള്ളൊരു ഫീലിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രയോറിറ്റൈസിങ് ഷോർട്ട് ടേം പ്ലഷർ ഓവർ ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ്. കാരണം ഈ ഷോർട്ട് ടേം കിട്ടുന്ന ഈ ഡോപ്പമിൻ അഡിക്ഷൻ നമുക്ക് ഒരു 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 ഫേക്ക് റിയാലിറ്റി തരും. ആൻഡ് ലോങ് ടേം ബെനിഫിറ്റ്സ് നമ്മൾ മറന്നു പോകും. അതായത് അത് ചിലപ്പം ഹെൽത്ത് ആവാം, റിലേഷൻഷിപ്സ് ആവാം, റിയൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആവാം. പകരം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പല ഇൻഫർമേഷനും ഗുഡ് ഇൻഫർമേഷൻ ആണ് കരുതി, അല്ലെങ്കിൽ ഇത് ലേണിംഗ് ആണെന്ന് കരുതി നമ്മൾ പല റിയൽ ബെനിഫിറ്റ്സും നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റഗ്രാം നോക്കി 1 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ റിയലൈസ് ചെയ്യും, ഓ ഷിറ്റ്, ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ 2 മണിക്കൂർ ചിലവാക്കി, അല്ലെങ്കിൽ 3 മണിക്കൂർ ചിലവാക്കി, അടുത്ത ദിവസം നമ്മൾ ചിലവാക്കരുത്, അത്രയും ടൈം വേസ്റ്റ് ചെയ്യണം തീരുമാനിച്ചിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ചിലവാക്കാനുള്ള സാധ്യത കൂടുതലാണ്. സി, ദ ബിഗർ ട്രൂത്ത് ഇസ് സോഷ്യൽ മീഡിയ മാത്രമല്ല അഡിക്ഷൻ. ഗെയിമിങ്, ഷോപ്പിംഗ്, ബിഞ്ച് വാച്ചിങ്, ഗാംബ്ലിങ്, ജങ്ക് ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുക, ഇതെല്ലാം അഡിക്ഷൻ്റെ പാർട്ടാണ്. ഇത് മാറ്റാനുള്ള ഏക വഴി എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കുക എന്ന് മാത്രമല്ല, ഒരു മോഡറേഷനിൽ യൂസ് ചെയ്യുക. അതാണ് ഇതിൻ്റെ കീ. നൗ, നമ്മൾ സോഷ്യൽ മീഡിയ ഒരു ഈവലായിട്ട് കാണേണ്ട ആവശ്യമില്ല. ഇതിന് ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട്, ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ട്, ആൻഡ് ഇത് കൺട്രോൾ ചെയ്യാൻ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയുടെ കുറച്ച് പോസിറ്റീവ്സ് പെട്ടെന്ന് നോക്കാം, ആൻഡ് ദെൻ കുറച്ച് നെഗറ്റീവ്സ്, ആൻഡ് ദെൻ ഐ എം ഗോണ ഗിവ് യു സം unconventional things which I have done to get out of this social media addiction, or like doom scrolling, etc. So the number one positive of social media is social media is an amazing learning platform. See, platforms like YouTube, LinkedIn, TikTok, even Instagram പോലും നമുക്ക് ഒത്തിരി ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും ആരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ ചോയ്സാണ്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ കരിയേഴ്സ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ആണ്. I personally know a lot of people who have learned coding, how to develop apps, how to develop social media strategy, building personal brands through YouTube. Even I know people who have learned photography from Instagram. എന്നിട്ട് അത് യൂസ് ചെയ്ത് അവർ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ പണം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാം മോണിറ്റൈസ് ചെയ്ത് കാശ് ഉണ്ടാക്കി എന്നല്ല, ഇൻസ്റ്റഗ്രാം വഴി അവരുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്ത് ക്ലയൻസിനെ എടുത്ത് ദേ ഹാവ് ബിൽഡ് കരിയേഴ്സ് വർത്ത് hundreds of thousands. Now, the number 2 positive of social media is കരിയർ ഗ്രോത്തിന് അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിന് യൂസ് ചെയ്യുക എന്നുള്ളത്. സോ നമുക്കറിയാം ലിങ്ക്ഡിൻ എന്തുമാത്രം നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് തരുന്നത് എന്നുള്ളത്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ യൂസ് ഇറ്റ്. സോ യൂട്യൂബ് വഴി ഫ്രീ കോണ്ടന്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും. ആൻഡ് ഇത് പഠിച്ച് യു ക്യാൻ കണക്ട് വിത്ത് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കമ്പനിയിൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് ആ കമ്പനിയിലുള്ള ആൾക്കാരോട് കണക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് ഇപ്പം ലെറ്റ്സ് സേ കോഡിംഗ് ആണ് പഠിക്കേണ്ടത്, അപ്പം നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കമ്പനിയിലെ ടെക് ടീമിലെ ലീഡുമായിട്ട് സംസാരിക്കാം, കണക്ട് ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഓപ്പൺ ഇൻ ലിങ്ക്ഡിൻ. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ റിപ്ലൈ. മേ ബി ലോട്ട് ഓഫ് പീപ്പിൾ മൈ നോട്ട് റിപ്ലൈ ടു സെയിൽസ് മെസ്സേജസ്, പക്ഷേ നിങ്ങളൊരു ജെനുവൻ ആണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ജെനുവൻ ആണ്, നിങ്ങൾ ജെനുവൻ ആയിട്ടൊരു റിക്വസ്റ്റ് ആണ് നടത്തുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ റിപ്ലൈ. ആൻഡ് എനിക്ക് കിട്ടുന്ന മോസ്റ്റ് ഓഫ് ദ മെസ്സേജസ്, വെദർ ഇറ്റ്സ് ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, or through my emails, I try to reply. And most of the people which I know also do the same. Appam, to use the social media to build amazing connections, build your careers, learn new things. Ini വേറൊരു reason why social media is good is, see, most of the small businesses or even large businesses rely on Instagram and Facebook ads. നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഈ കാണുന്ന ആഡ്സ് അല്ലെങ്കിൽ ഈ കാണുന്ന കമ്പനീസിൻ്റെ ഒരു മേജർ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ വരുന്നത് ഇങ്ങനത്തെ ആഡ്സിൽ നിന്നാണ്. പിന്നെ ഒരു സിമ്പിൾ കോമൺ നോളജ് എന്ന് പറയുന്നത്, ബട്ട് ഇവൻച്വലി ചിലപ്പോൾ ഈ പേർപ്പസ് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ സ്റ്റേയിങ് കണക്റ്റഡ് വിത്ത് യുവർ ലവ്ഡ് വൺസ്. സ്റ്റേയിങ് കണക്റ്റഡ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ക്ലീഷേ പേരാണ്, പക്ഷേ I don't know how well we are connected as humans. കാരണം it's a debatable topic even in this social media world. കാരണം ഒത്തിരി പേര് കണക്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനൊരു സാധനം പോസ്റ്റ് ചെയ്ത് വേറൊരാൾ അതിൽ കമൻറ്റ് ചെയ്യുന്നതല്ല. ഐ നോ ദാറ്റ്. ബട്ട് സ്റ്റിൽ, if you are willing, you can still connect to people, with your families around the world, with a click of a button or with a swipe, right? അപ്പം അത് സോഷ്യൽ മീഡിയ കാരണം സംഭവിച്ചിട്ടുണ്ട്. ലോട്ട് ഓഫ്
ഷെയറിങ് ആൻഡ് നമ്മൾ എന്താ ചെയ്യുന്നത്, വൈ യു ഇൻ ലൈഫ് എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണാൻ പറ്റുന്നുണ്ട്. ഇത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോംസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെദർ ഇറ്റ്സ് ലിങ്ക്ഡ്ഇൻ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽ സെറ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ലിങ്ക്ഡ്ഇൻ യൂസ് ചെയ്യാം. നിങ്ങളുടെ ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാം. എഗെയിൻ ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യൂട്യൂബ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ കാണുകയാണ്. ആൻഡ് വൈ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ ഇസ് ജസ്റ്റ് ബിക്കോസ് I just felt it, and എനിക്ക് always wanted to create some videos and post it to the world and see what's the feedback. I was just curious, that's it, and you can also do the same thing. Now ഇനി നമുക്ക് സോഷ്യൽ മീഡിയയുടെ കുറച്ച് നെഗറ്റീവ് വശങ്ങൾ ചിന്തിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു അഡിക്റ്റീവ് പരിപാടിയാണ്. ആൻഡ് അഡിക്ഷൻ ഓവർലോഡ് ക്യാൻ ഡ്രെയിൻ യുവർ ബ്രെയിൻ. നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയും. ആൻഡ് നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പെർട്ടിക്കുലർ പാർട്ട് വിൽ ഗെറ്റ് അഫക്റ്റഡ് ആൻഡ് നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറയും. ആൻഡ് ദാറ്റ്സ് വൈ വി ഗെറ്റ് അഡിക്റ്റഡ് ടു റീൽസ് ആൻഡ് ഓൾ ദീസ് ഷോർട്ട് ഫോം കോണ്ടന്റ് സോ ക്വിക്ലി, ആൻഡ് ദാറ്റ് മേക്സ് പീപ്പിൾ ലെസ് പേഷ്യൻറ്റ്. ആൻഡ് ഈവൻ സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷിൻ്റെ മെമ്മറിയെക്കാളും ചെറുതാണെന്നുള്ളത്. ഹൗ പെത്തറ്റിക് ഇസ് ദാറ്റ്? ആൻഡ് വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ടീനേജേഴ്സിൻ്റെ ഇടയിൽ ഡിപ്രഷൻ്റെ റേറ്റ് 70% കൂടുതലാണ് ഫ്രം 2010. പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഫേക്ക് ന്യൂസ്, സൈബർ ബുള്ളിയിങ് ആൻഡ് ഹോൾ ലോട്ട് ഓഫ് ഇഷ്യൂസ് ആർ ദെയർ അലോങ് വിത്ത് ഓൾ ദ സോഷ്യൽ മീഡിയ. പ്രൈവസി കൺസേൺസും ഡേറ്റ ട്രാഫിക്കും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന വേറെ കുറേ പ്രശ്നങ്ങളാണ്. എല്ലാ കാര്യത്തിലും എന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഉണ്ട്. ബട്ട് എന്നെ ബാധിച്ചൊരു മേജർ റീസൺ ആയിരുന്നു പുവർ സ്ലീപ്പ് പാറ്റേൺസ്. കാരണം ഞാൻ ലേറ്റായിട്ട് എണീച്ചുകൊണ്ടിരുന്നു. ആൻഡ് ലേറ്റായിട്ട് എണീക്കാൻ എനിക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് ഐ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ബിക്കോസ് ഓഫ് മൈ കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ എൻ്റെ സ്ലീപ്പ് അവേഴ്സ് വാസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് ആൻഡ് ദാറ്റ് വാസ് ടേക്കിംഗ് എ മേജർ ടോൾ ഓൺ മൈ ഹെൽത്ത് ആൻഡ് മൈ ലൈഫ് ആൻഡ് മൈ വർക്ക്. സോ ഞാൻ വിചാരിച്ചു എനിക്ക് നല്ലൊരു സോഷ്യൽ ലൈഫ് ഉണ്ടെന്ന്. പക്ഷേ ഇവൻച്വലി ഐ റിയലൈസ് ദാറ്റ് സോഷ്യൽ മീഡിയ കൊണ്ട് എനിക്കൊരു സോഷ്യൽ ലൈഫ് ഇല്ലായിരുന്നു. റൈറ്റ്? ഇനി ഞാൻ യൂസ് ചെയ്ത ചില അൺകൺവെൻഷണൽ സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് പരിപാടികളുണ്ട്. ഐ എം ഗോണ ഷെയർ. നൗ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഒരു ദിവസം കൊണ്ട് ഈ ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ബിക്കോസ് അത് ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ദാറ്റ് ഡിഡ്ന്റ് വർക്ക്. കാരണം ഞാനത് കൂടുതൽ ആങ്ഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇവൻച്വലി എൻ്റെ വർക്ക് പരമായിട്ടുള്ള, കാരണം ഒരു ആസ് എ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ഐ വാസ് ഫോഴ്സ്ഡ് ടു ഹാവ് ഇൻസ്റ്റഗ്രാം ആൻഡ് ഓൾ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇൻ മൈ ഫോൺ. അപ്പം ഐ കുഡൻറ്റ് ലിവ് എ ലൈഫ് വിത്തൗട്ട് ദീസ് ആപ്സ്. പക്ഷേ ദാറ്റ് ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതല്ല, ഇതിനെ മോഡറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. സോ നമ്പർ 1 തിങ് വിച്ച് ഐ ഡിഡ് വാസ്, എപ്പോഴൊക്കെ ഒരു ഹ്യൂമൻ കോൺവെർസേഷൻ നടക്കുന്നോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫോണ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കാറില്ല. ടേബിളിലെടുത്ത് തിരിച്ചു വയ്ക്കുകയോ സൈലൻ്റ് ഇടുകയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഫോൺ വെളിയിൽ പോലും എടുക്കില്ല, സൈലൻ്റിലായിരിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ മേക്ക് ഷുവർ ദാറ്റ് മൈ ഫോൺ ഇസ് ഇൻ സൈലൻറ്റ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഫോൺ സൈലൻറ്റിൽ ഇട്ടേക്കും. കാരണം നോട്ടിഫിക്കേഷൻസ് മെയിൻലി നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു നമ്മളെ ട്രിഗർ ചെയ്യുന്നത്. ടു ടേക്ക് ദ ഫോൺ, ലുക്ക് അറ്റ് ദ നോട്ടിഫിക്കേഷൻ ആൻഡ് ദെൻ ദേ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് കീപ് ദറ്റ് ഫോൺ ബാക്ക്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും സൈലൻ്റ് ഇട്ട് ആൻഡ് ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോൾ ഐ വിൽ ട്രൈ ടു ലിസൺ ടു ദം, അണ്ടർസ്റ്റാൻഡ് ദ കോൺവെർസേഷൻ. ഇത് ചിലപ്പം മൈ ബി സൗണ്ട് സ്റ്റുപ്പിഡ് ടു ലോട്ട് ഓഫ് പീപ്പിൾ, പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആൾക്കാർക്ക് പറയുന്നത് കേൾക്കുന്നതും ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദം, ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ സ്ഥിരം ഫ്രണ്ട്സിൻ്റെ അടുത്തല്ല കേട്ടോ. ബിക്കോസ് ഇൻ മൈ ലൈഫ് ഇൻ പാർട്ട് ഓഫ് മൈ ജോബ് ഐ ഹാവ് ടു മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പം അവരുമായിട്ട് മീനിങ് ഫുൾ കോൺവെർസേഷനിലോട്ട് പോകാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി സഹായിച്ചിട്ടുണ്ട്. നമ്പർ 2, അഗെയിൻ ഐ തിങ്ക് ദിസ് ഇസ് നോട്ട് അൺകൺവെൻഷണൽ, ദിസ് ഇസ് കൺവെൻഷണൽ. കാരണം മെഡിറ്റേഷനാണ്. കാരണം എല്ലാ ദിവസവും ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് 2 minutes മെഡിറ്റേഷൻ ആൻഡ് ദെൻ സ്ലോലി ആ 2 minutes എന്നുള്ളത് ഞാൻ 5 minutes ആക്കി, 10 minutes ആക്കി, ആൻഡ് ഇപ്പോൾ ഒരു 15 minutes മാക്സ് ടു മാക്സ്. ചില ദിവസങ്ങളിൽ ഇഫ് യു ആർ ലക്കി ആൻഡ് ആ ഒരു മൂഡൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ പോകും. പക്ഷേ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡു അറ്റ്ലീസ്റ്റ് 15 minutes ഓഫ് മെഡിറ്റേഷൻ എവറി ഡേ. അത് രാവിലെ തന്നെ ചെയ്യണമെന്നില്ല, കഴിയുന്നതും രാവിലെ ചെയ്യാൻ നോക്കും. പക്ഷേ ഡേയിലെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, ഈവൻ ഇൻ ബിറ്റ്വീൻ ദ ജോബ്സ് ആക്ച്വലി. ഇത് നിങ്ങൾക്ക് വർക്കിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയ ഒരു ലെറ്റ്സ് ഒരു ഹാഫ് ആൻ അവർ കൂടുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇതിൽ യൂട്യൂബ് പെടില്ല എന്ന് പറയുമ്പോൾ യൂട്യൂബ് ഷോർട്സ് അല്ല, യൂട്യൂബ് ലോങ് ഫോം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ ഡോണ്ട് കെയർ. പക്ഷേ ഏതെങ്കിലും ഷോർട്ട് ഫോം എസ്പെഷ്യലി കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ ബ്രെയിൻ ഫ്രൈ ആവും.
ആൻഡ് ഐ റിയലൈസ് ദാറ്റ്. ആൻഡ് അത് റിയലൈസ് ആവുന്നത് തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് മീ ഡോണ്ട് ഇവൻ റിയലൈസ് ദാറ്റ് അവരുടെ ബ്രെയിൻ ഫ്രൈ ആവുന്നുള്ളത്. ഈ ബ്രെയിൻ ഫ്രൈ ആവുന്ന വെച്ചാൽ ലൈക്ക് യു വിൽ ഫീൽ ദാറ്റ് യു ആർ ടയേർഡ് ബൈ ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് സ്ക്രോളിങ് എ ഫോൺ. അതാണ് ബ്രെയിൻ ഫ്രൈ അക്കോർഡിംഗ് ടു മീ. അപ്പം അത് ഞാൻ അവോയ്ഡ് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് 2-3 ആപ്പ് ഉണ്ട് ഇൻഡോർ എക്സസൈസ് ചെയ്യാനുള്ള. ഫോർ എക്സാമ്പിൾ കാലിസ്റ്റനിക്സ് പോലുള്ള പല എക്സസൈസും. അത് ഭയങ്കര സിമ്പിളാണ്, സ്മോൾ മൂവ്മെൻറ്റ്സ്, ഒരു മാറ്റ് മാത്രം മതി. അപ്പം ഐ മേക്ക് ഷുവർ ദാറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അതിൻ്റെ അത് ഈ 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് എക്സസൈസ് ഉണ്ട്. 15 മിനിറ്റ് 15 മിനിറ്റ് 17 മിനിറ്റ് 18 20 മിനിറ്റ് കൂടുതൽ എക്സസൈസും ഇല്ല. അപ്പം അങ്ങനത്തെ ഒരു എക്സസൈസ് ചെയ്യാൻ ഞാൻ ഐ മേക്ക് ഷുവർ. അപ്പം എൻ്റെ മൈൻഡിൽ ഞാൻ സോഷ്യൽ മീഡിയ ചെയ്താൽ ഐ ഹാവ് ടു ഡു എ ക്വിക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയായി. അപ്പം സ്ലോലി ഐ റിയലൈസ്ഡ് ഓക്കെ, സോഷ്യൽ മീഡിയ ചെയ്താൽ ഞാൻ കട്ടയ്ക്ക് പണിയെടുക്കണം. കാരണം ഇറ്റ്സ് നോട്ട് ഈസി ടു അങ്ങനെ ഒരു വർക്കൗട്ട് ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഐ മേക്ക് ഷുവർ ദാറ്റ് അങ്ങനെ ഒരു സംഭവം ചെയ്യണം എന്നുള്ളത്. സ്ലോലി മൈ ബ്രെയിൻ സ്റ്റാർട്ടഡ് ട്രിഗറിങ്. ഓക്കെ, നീ സോഷ്യൽ മീഡിയ ചെയ്താൽ പണിയെടുക്കാൻ റെഡിയായിരിക്കും എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ ഒരിടത്തു നിന്നും വായിച്ചതോ പഠിച്ചതൊന്നുമല്ല, ഇത് ഞാൻ തന്നെത്താനെ ഉണ്ടാക്കിയെടുത്തൊരു പരിപാടിയായിരുന്നു. പക്ഷേ ദാറ്റ് കൈൻഡ് ഓഫ് വർക്ക് ഫോർ മീ. ട്രൈ ഇറ്റ് ഇഫ് യു ഫീൽ ലൈക്ക്. പിന്നെ ഒരു മേജർ സംഭവം, ഞാൻ പൊതുവെ യൂട്യൂബ് വീഡിയോസ്, എസ്പെഷ്യലി എഡ്യൂക്കേഷണൽ വീഡിയോസ് ആൻഡ് ലൈക്ക് ഗുഡ് കോണ്ടന്റ് എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സ്പീഡ് 1.25x ഓർ 1.5x ആയിരുന്നു. എസ്പെഷ്യലി പോഡ്കാസ്റ്റ്. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ദാറ്റ് വാസ് ട്രിഗറിങ് സംതിങ്. കാരണം ഞാനാണെങ്കിൽ ശ്വാസം മുട്ടുമായിരുന്നു എനിക്ക്. സോ one major thing was I stopped watching videos at 1.25x and 1.5x. എത്ര കോണ്ടന്റ് അല്ലെങ്കിൽ എത്ര വാല്യുബിൾ ഇൻഫർമേഷനാണ് ആ വീഡിയോയിൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ 1/2 മണിക്കൂറുള്ള വീഡിയോ എന്ന് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡോണ്ട് വാച്ച് അറ്റ് 1.25 ആൻഡ് 1.5x. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. അതായത് സെറ്റിംഗ് ടൈം ലിമിറ്റ്സ്, സോഷ്യൽ മീഡിയ മേക്ക് ഷുവർ ദാറ്റ് ഫസ്റ്റ് ഹാഫ് ഓഫ് മൈ ഡേ ഐ ഡോണ്ട് ലുക്ക് അറ്റ് എനി സോഷ്യൽ മീഡിയ. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ദാറ്റ് വർക്ക്സ്. അത് കോമൺ സെൻസ് ആണ്. പിന്നെ ബെഡിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവറെങ്കിലും ഡൂം സ്ക്രോൾ ചെയ്യാതിരിക്കുക. ഫോൺ നോക്കി തളർന്ന് കിടന്നു പോകില്ലോ എന്നൊരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ഒരിക്കലും തളരത്തില്ല, നിങ്ങൾ ഒരിക്കലും കിടക്കത്തില്ല. നിങ്ങൾ എപ്പോഴാണ് കിടക്കുന്നതെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ അറിയത്തില്ല. അപ്പം ട്രൈ നോട്ട് ടു ഡു ദാറ്റ്. ഞാൻ പിന്നെ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, അപ്പം ചുമ്മാ ഇരുന്ന് കിടക്കാൻ ചിലവർക്ക് പറ്റില്ല. സോ യൂസ് ഫോൺ, സ്ലീപ്പ് മ്യൂസിക് ഇടുക, നിങ്ങളുടെ സറൗണ്ടിങ് ആ ഒരു സ്ലീപ്പി മോഡിലേക്ക് വരുത്തുക, ഡിം ലൈറ്റ് ആക്കുക, ഒരു സ്ലീപ്പി മ്യൂസിക് ഇടുക, വെരി സ്ലോ മ്യൂസിക്. ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി സ്ലോ ആവുകയും നിങ്ങളുടെ ബ്രെയിൻ്റെ സ്പീഡ് സ്ലോ ആവുകയും നിങ്ങളുടെ ബോഡി മൊത്തത്തിലൊന്ന് ഉറക്കത്തിൻ്റെ മോഡിലേക്ക് വന്ന് അങ്ങ് ഉറങ്ങി പോവുകയും ചെയ്യും. എൻ്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു തീയാണ്. ആ തീ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുക്കും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ തീ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടും കത്തിക്കാം. മൈൻഡ്ലെസ് ആയിട്ട് ഡൂം സ്ക്രോൾ ചെയ്യുന്നതിനെക്കാട്ടും യൂസ് ദി സോഷ്യൽ മീഡിയ ടു എംപവർ യു. നിങ്ങൾ വീഡിയോൻ്റെ ഇതുവരെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ട്രൈ ടു റിഫ്ലക്റ്റ് ഓൺ യുവർ സോഷ്യൽ മീഡിയ, ട്രൈ ടു റിഫ്ലക്റ്റ് ഓൺ യുവർ ലൈഫ്. ആൻഡ് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ തന്നെ പോയി നിങ്ങൾ എത്ര സമയമാണ് ഓരോ സോഷ്യൽ മീഡിയ ആപ്സിൽ ചിലവാക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം തരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ജസ്റ്റ് ട്രൈ ടു റിഫ്ലക്റ്റ് ഓൺ ഇറ്റ്. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ഹാവൻറ്റ്. See you in the next video.